നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ വിഷയത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് ഇപ്പോഴും ഭരണകക്ഷി ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടെന്നും സണ്ണി ജോസഫ്. ചിറ്റണ്ടയിൽ വർക്ക്ഷോപ്പിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വർക്ക്ഷോപ്പ് ജീവനക്കാരൻ മരിച്ചു. ദേശമംഗലം മേലെ തലശ്ശേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരീസാണ് മരിച്ചത്. നന്ദിക്കരയിൽ ടോറസ് ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയിൽ 1 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തെ തുടർന്ന് നെല്ലായി കടന്നും വാഹനങ്ങളുടെ നിര നീണ്ടു. കൊണ്ടാഴി പാറമേൽപ്പടിയിൽ ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ കാൽനടയാത്രികനായ യുവാവ് മരിച്ചു. മായന്നൂർ സ്വദേശി പുത്തൻ വീട്ടിൽ ചക്കിങ്ങൽ ഗോപാലകൃഷ്ണന്റെ മകൻ 32 വയസ്സുള്ള അരുണാണ് മരിച്ചത്. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസിന്റെ ചക്രം ഊരി വീണു. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ആറ്റുപറമ്പത്ത് എന്ന ബസിന്റെ മുൻവശത്തെ ചക്രമാണ് ഊരി വീണത്. ജില്ലാ കോൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. 15,000-ഓളം ഏക്കർ കോൾ നിലങ്ങളിലെ നെൽകൃഷി വരണ്ടുണങ്ങുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തന ആലാപനം നാളെ നടക്കും. 100ഓളം കലാകാരന്മാർ ചേർന്ന് ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞ് പാടുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെത്തും. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 8 മണി വരെ ഇന്നർ റിംഗ് റോഡിലും ഔട്ടർ റിംഗ് റോഡിലും ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾക്ക് വൺ വേ ഏർപ്പെടുത്തി. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് നാളെ 49 വയസ്സ് തികയും. ആനക്കഥകളിലെ നിത്യഹരിത നായകന് നാളെ ആനത്താവളത്തിലെ പിൻതലമുറക്കാർ പ്രണാമം അർപ്പിക്കും. രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ വെട്ടിയ സംഭവത്തിൽ കൊലയാളി സംഘത്തിലെ 3ാമൻ പിടിയിൽ. അടൂർ സ്വദേശി കാർത്തിക്കാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 7 ആയി. കൊടുങ്ങല്ലൂരിൽ അമ്ലമഴ പെയ്തു. ശ്രീനാരായണപുരം ആലയിൽ നിന്ന് രാവിലെയാണ് മഞ്ഞ നിറമുള്ള മഴ പെയ്തത്. നടിയെ ആക്രമിച്ച കേസിലെ 3ാം പ്രതി മണികണ്ഠൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഇന്ന് പുലർച്ചെ മദ്യലഹരിയിൽ കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന വിളക്കാചാരം ആരംഭിച്ചു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഡിസംബർ 30-നാണ് പ്രസിദ്ധമായ നെല്ലുവായ് വൈകുണ്ഠ ഏകാദശി. കരുമത്ര വടക്കേക്കര 2ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ 51 പോയിന്റ് നേടി പോപ്പോൾ മേഴ്സി ഹോം ഫസ്റ്റ് റണ്ണറപ്പായി. മലപ്പുറം ജില്ലയിൽ തിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ മത്സരങ്ങളിൽ 14 ജില്ലകളിൽ നിന്നായി 500-ൽ പരം ഭിന്നശേഷിയുള്ള കുട്ടികൾ പങ്കെടുത്തിരുന്നു. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ വിളംബര റാലി സംഘടിപ്പിച്ചു. KKTM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി കൊടുങ്ങല്ലൂർ SI കശ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെറുതുരുത്തിയിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി KB ശശികുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. JCI തൃപ്രയാറിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും പ്രവർത്തന വർഷ ഉദ്ഘാടനവും ICAI തൃശൂർ ബ്രാഞ്ച് ചെയർപേഴ്സൺ NG സാൻജോ നിർവഹിച്ചു. JCI തൃപ്രയാർ പ്രസിഡന്റ് TS കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കരയിൽ വീടിനുള്ളിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറുവക്കാട്ടിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ മകൻ 26 വയസ്സുള്ള വിഷ്ണുവിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓട്ടുപാറ പരുത്തിപ്രയിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. വ്യാപാര സ്ഥാപനത്തിന്റെ ഇരുമ്പ് ഗോവണി തകർത്ത കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാനിൽ ഇടിച്ച ശേഷമാണ് മറിഞ്ഞത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചെറുതുരുത്തി നെടുമ്പുര സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ ACP CR സന്തോഷ് നിർവഹിച്ചു. നാളെയാണ് തിരുനാൾ.
ഗുരുവായൂരിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ പട്ടാപ്പകൽ മോഷണം. തൈക്കാട് പള്ളി റോഡിൽ പണിക്ക വീട്ടിൽ ജവഹറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. തങ്ങാലൂർ ദർശന വീട് സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമം ഡിസംബർ 2-ന് തങ്ങാലൂർ ദേവമാത CMI ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കും. വയലിനിസ്റ്റ് മനോജ് ജോർജ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിൽ ബേബി മെറ്റൽ വീണത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഭീഷണിയായി. ഫയർഫോഴ്സ് എത്തി ബേബി മെറ്റൽ നീക്കം ചെയ്ത് റോഡ് ഗതാഗത യോഗ്യമാക്കി. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി മീന സാജൻ കടങ്ങോട്ട് പഞ്ചായത്തിൽ പര്യടനം നടത്തി. പാടിയോട്ടുമുറി കൂടക്കുഴിയിൽ നിന്നും ആരംഭിച്ച പര്യടനം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിൽ എക്സ്പോ നടന്നു. ഫാദർ ഡേവിസ് നെറ്റിക്കാടൻ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. കാക്കശ്ശേരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ക്ഷേത്രസമിതിയുടെ 3ാമത് ദേശവിളക്ക് ഡിസംബർ 4-ന് ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി പുലയന്നൂർ ജയന്തൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ബാലചന്ദ്രൻ എംഭ്രാന്തിരിയുടെയും കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും നടക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.